നത്തൻകുനി പുനരധിവാസ പദ്ധതിയിലെ വീഴ്ച ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ടർ വാർത്തയിൽ ഇടപെട്ട മന്ത്രി ഒ.ആർ. കേളു. വീടുകളിലേക്ക് വെള്ളവും വഴിയും ഏർപ്പെടുത്തും. റോഡ് നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കുമെന്നും മന്ത്രിയുടെ ഉറപ്പുണ്ട്. റിപ്പോർട്ടർ ബിഗ് ഇമ്പാക്ട്. നത്തൻകുനിയിൽ 1 വർഷം മുൻപ് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കി വാസയോഗ്യമായ 100-ലധികം വീടുകളിൽ താമസത്തിനായി ആളുകളെത്താതിരുന്ന വാർത്ത റിപ്പോർട്ടർ ടിവിയിലൂടെയാണ് പുറത്തുവന്നത്. അടിസ്ഥാന സൗകര്യങ്ങളായ കുടിവെള്ളവും വഴിയുമില്ലാത്തതിനാൽ ദുരിതത്തിലായിരുന്നു നത്തൻകുനി പ്രദേശവാസികൾ. റിപ്പോർട്ടർ ടിവി വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ വിഷയത്തിലിടപെട്ട മന്ത്രി ഒ.ആർ. കേളു പ്രദേശത്ത് സന്ദർശനം നടത്തി. കാര്യങ്ങൾ ബോധ്യപ്പെട്ടതോടെ റോഡും കുടിവെള്ളവും സത്യമാക്കുമെന്ന് മന്ത്രിയുടെ ഉറപ്പ്. DPRൽ ഇപ്പോൾ ഉള്ളത് വെച്ചാൽ ആ ഒരു കുടുംബത്തിന് 10 സെന്റ് ഭൂമിയാണ്. അതിൽ ഈ പറഞ്ഞ വീട്, പിന്നെ ഇവിടുത്തെ വൈദ്യുതി, പിന്നെ ഇവിടുത്തെ കുടിവെള്ളം, ഇവിടുത്തെ റോഡ്, ഈ റോഡ് നമ്മൾ കോൺക്രീറ്റോ ടാറോ നമ്മൾ ചെയ്തു കൊടുക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് DPRൽ മെയിനായിട്ടുള്ളത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ നമുക്ക് 1 മാസത്തിനടുത്തിൽ പൂർത്തിയായാൽ വെള്ളം എന്തുണ്ടായിട്ടും വെള്ളമില്ലെങ്കിൽ പിന്നെ വീട്ടിൽ കാര്യങ്ങൾ നടക്കില്ലല്ലോ. അടിസ്ഥാന സൗകര്യമില്ലാത്തതാണ് പ്രതിസന്ധിയായത്. നത്തൻകുനി പ്രദേശവാസികളോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ മന്ത്രി പൊതുശ്മശാനവും വഴിവിളക്കും കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി. നിങ്ങളെല്ലാവരും പിന്നെ ഒറ്റ മശാനായിട്ട് ഉപയോഗിക്കുമോ? മശാനത്തിൻ്റെ കാര്യം കൂടി നമ്മൾ ഈ കൂട്ടത്തിൽ നോക്കാം. മശാനവും ഒരു സാംസ്കാരിക നിലയോ ഒരു അംഗൻവാടിയോ ആ കാര്യങ്ങൾ കൂടി ആലോചിക്കാം. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനായിരുന്നു മേപ്പാടി പഞ്ചായത്തിലെ 3-ാം വാർഡ് 7-ാം ചിറയിലെ പാറൂർ കുന്നിൽ 139 വീടുകൾ പണി പൂർത്തിയാക്കിയത്. വാസയോഗ്യമായെങ്കിലും ആളുകൾക്ക് അവിടെ താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇവർക്കിവിടെ താമസിക്കാനുള്ള കൈവശരേഖകൾ അടക്കം ലഭ്യമാക്കുമെന്നും മന്ത്രി ഒ.ആർ. കേളു നമുക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചെത്തിലിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.